നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ പാലക്കാട് നഗരത്തിൽ കണ്ടതായി സൂചന. പോലീസ് പാലക്കാട് നഗരത്തിലും തെരച്ചിൽ നടത്തുകയാണ്. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട്. പ്രസാദ്, എത്തരത്തിലാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നത്? ആരാണ് ചെന്താമരയെ പാലക്കാട് നഗരത്തിൽ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്? അതിന് ചെന്താമരയെ പാലക്കാട് നഗരത്തിൽ കണ്ടു എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ പാലക്കാട് നഗരത്തിലും തെരച്ചിൽ ശക്തമായിട്ടുള്ളത്. പാലക്കാട് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത്, അതായത് ജില്ലാ ആശുപത്രിയോട് ചേർന്ന സ്ഥലത്ത് നിന്നും ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിപ്പോയി ചെന്താമരയെ പോലെ ഒരാൾ എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഭക്ഷണം വാങ്ങിപ്പോയി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പാലക്കാട് നഗരത്തിലും ചെന്താമരയ്ക്കായി നെന്മാറ മേഖലയിലും പോത്തുണ്ടി, നെല്ലിയാമ്പതി, നെന്മാറ മേഖലകൾക്ക് പുറമെ പാലക്കാട് നഗരത്തിലെല്ലാം തന്നെ ഇന്നലെ രാത്രി പരിശോധന തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ചെന്താമരയെ എന്ന് തോന്നുന്ന ഒരാൾ അവിടെ വന്നു എന്ന് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പാലക്കാട് നഗരത്തിലും തെരച്ചിൽ വ്യാപിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലേക്ക് പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ രാവിലെ എസ് പി പറഞ്ഞത് അവിടെ നിന്നും പരിശോധന നടത്തിയതിനു ശേഷം അങ്ങോട്ട് പോയ ഒരു സംഘം ഇപ്പോൾ മടങ്ങി വരികയാണ്. ഇനി കൂടുതൽ പരിശോധനകൾ നടക്കും. ഇന്ന് പാലക്കാട് ചെന്താമര പോകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും തെരച്ചിൽ സജീവമാക്കുക എന്നുള്ളതാണ്. അതിനായി കൂടുതൽ സേനാ അംഗങ്ങളെ കൂടി വിന്യസിച്ചിട്ടുണ്ട്. നെന്മാറ ഭാഗത്തും അതോടൊപ്പം തന്നെ പോത്തുണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും, പോത്തുണ്ടി, നെല്ലിയാമ്പതിയുടെ താഴ്വാര ഭാഗങ്ങളിലുമെല്ലാം തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ തെരച്ചിൽ സജീവമാക്കി നടത്തുകയാണ്. എന്തായാലും പാലക്കാട് നഗരത്തിലും ചെന്താമര എത്തി എന്നുള്ളൊരു സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ആ മേഖലയിൽ തെരച്ചിൽ വ്യാപകമാക്കുന്നത്. പ്രസാദ്, അതായത് ഈ നാട് മുഴുവൻ ഒപ്പം തമിഴ്നാട് അടക്കം കേന്ദ്രീകരിച്ച് ഇയാൾക്കായി തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിലാണ് ഇയാളെ ഇങ്ങനെ പാലക്കാട് നഗരത്തിൽ കണ്ടു എന്നുള്ള തരത്തിൽ വിവരങ്ങൾ വരുന്നത്. ഈ CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് ഉടനെ തന്നെ നീങ്ങുമായിരിക്കും അല്ലേ? തീർച്ചയായും പോലീസ് അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കുകയാണ്. കാരണം അവിടുത്തെ CCTVകൾ ശേഖരിക്കുന്നതിനും നഗരത്തിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരം, അതോടൊപ്പം തന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം, ജില്ലാ ആശുപത്രി പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂടുതൽ തെരച്ചിൽ നടത്താനാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ നെന്മാറ മേഖലയിലും, നെന്മാറ, പോത്തുണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലും എല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ പരിശോധന തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ കുളത്തിലും ഇന്നലെ പോലീസ് തായ വന്ന് പരിശോധന നടത്തി പോയത് അവിടുത്തെ കുളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുളത്തിന്റെ പരിസരത്തും ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. പ്രസാദ്, ഒപ്പം ഇയാൾ പോകാൻ സാധ്യതകളുള്ള പാലക്കാട് നഗരത്തിൽ ഇയാൾ പോകാൻ സാധ്യതകളുള്ള എല്ലാ ഇടങ്ങളിലും പോലീസ് പരിശോധന നടത്തിയോ? അതിന് ഇയാൾ ചെന്താമര പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഇപ്പോഴും കരുതുന്നത്, ഇന്ന് രാവിലെ നമ്മൾ എസ്പിയോട് സംസാരിച്ചപ്പോഴും പറയുന്നത്, അയാൾ ഒരുപാട് ദൂരം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. ഈ നെന്മാറ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ പോത്തുണ്ടി ഭാഗത്തെ മലമേഖലയിൽ തന്നെ ഇയാൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് കൂടുതൽ പോലീസ് ക്യാമ്പിൽ നിന്നും കൂടുതൽ ആളുകളെ എത്തിച്ച് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നത്. സ്ക്വാഡ് ഉൾപ്പെടെ 100ഓളം സേനാംഗങ്ങളാണ് ഈ തെരച്ചിലിന് വേണ്ടി ഇപ്പോൾ പോലീസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത്രയും സജീവമായി ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അതിന് ഒരു പ്രധാന ലക്ഷ്യം കൂടിയുണ്ട്. ഇന്നലെ അവിടെ നിന്നും വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇയാൾ വിഷക്കുപ്പി അവിടെ ഇട്ടിരിക്കാനുള്ള സാധ്യതയാണ്. അതല്ല എങ്കിൽ ഈ കൃത്യം നടത്തിയതിനു ശേഷം അയാൾ ആത്മഹത്യാശ്രമം നടത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്നാൽ അത്രയും അങ്ങനെ ആത്മഹത്യാശ്രമം നടത്തുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ദൂരം ഈ വിഷം കഴിച്ച് അയാൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇത്രയും സജീവമായി തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ ചെന്താമരയുടെ തറവാട്ട് വീട്ടിൽ പോലീസ് കാവലുണ്ടായിരുന്നു. അയാളുടെ സഹോദരൻ നൽകിയിട്ടുള്ള മൊഴിയിൽ ചെന്താമര സാധാരണ ഇത്ര മുമ്പും 2019 കൊലപാതകം നടത്തിയതിനു ശേഷം വന്ന് ചെന്താമരയെ പിടികൂടിയത് സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ചെന്താമര ഏതെങ്കിലും തരത്തിൽ ഒരുപാട് ദൂരം പോയില്ല എങ്കിൽ രാത്രി വീട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് സഹോദരൻ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കൂടുതൽ പോലീസിനെ ആ പരിസരത്ത് വിന്യസിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ചെന്താമര വീടിന്റെ പരിസരത്തുമെല്ലാം വിന്യസിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ കൂടി ചെന്താമരയെ കണ്ടു, അല്ലെങ്കിൽ ചെന്താമരയുടെ രൂപമുള്ള ഒരാളെ കണ്ടു എന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ആ പരിസരത്ത് തെരച്ചിൽ സജീവമാക്കുന്നത്.